യെസ്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നിന്ന് ഇതേപോലെ ഫോട്ടോസോ വീഡിയോസോ എന്തെങ്കിലും ഇതേപോലെ അങ്ങ് ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇൻസ്റ്റഗ്രാമിൽ തന്നെ അതിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാറുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചേട്ടാ അത് വീണ്ടും ഒന്ന് തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ കൈ തട്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കളിക്കുന്ന സമയത്തൊക്കെ ഡിലീറ്റ് ആയി പോകാറുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതിനായിട്ട് നിങ്ങൾ നേരെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് പ്രൊഫൈലിൽ വരിക, എന്നിട്ട് ഇവിടെ 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് കാണാൻ സാധിക്കും. ജസ്റ്റ് അതങ്ങ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കുറച്ചങ്ങ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ റീസെൻ്റ്ലി ഡിലീറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിലങ്ങ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഡിലീറ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, 30 ദിവസം വരെയാണ് ഇവിടെ ഈ റീസെൻറ്റ് ഡിലീറ്റ് എന്നുള്ള ഈ ഒരു ഫോൾഡർ നമുക്ക് ഈ ഒരു ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും നിലനിൽക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്യുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ ഒക്കെ എന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞോ നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് തന്നെ ഇതുപോലെ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാം. ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത ആ പോസ്റ്റ് അതേ ലൈക്കോട് കൂടിയും അതേ വ്യൂവോട് കൂടിയും തന്നെ നിങ്ങൾക്ക് റീസ്റ്റോർ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നിങ്ങൾ ഏത് പോസ്റ്റ് ആണോ വേണ്ടത് അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ആൻഡ് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഡിലീറ്റ് എന്ന് ക്ലിക്ക് ചെയ്താൽ പെർമനൻ്റ് ആയിട്ട് പിന്നെ എവിടുന്നും കിട്ടാത്ത രീതിയിൽ ഡിലീറ്റ് ആയി പോകും. ഇവിടെ താഴെയായിട്ട് റീസ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റോർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു OTP വെരിഫിക്കേഷൻ നിങ്ങൾ ചെയ്യേണ്ടതായിട്ട്. അതിനായിട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മെയിൽ ID-യും അതുപോലെ തന്നെ നിങ്ങൾക്ക് SMS ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരണോ എന്ന് ചോദിക്കും. ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നേരെ നിങ്ങൾക്ക് ഒരു OTP നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്കോ അല്ലെങ്കിൽ മെയിൽ ID-ക്കോ റിസീവ് ആവും. ആ OTP നിങ്ങൾ ഇവിടെ നേരെ എൻ്റർ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കൺഫേം എന്ന് കൊടുക്കുക. ശേഷം ഒന്നുകൂടെ ഈ ഒരു 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ റീസ്റ്റോർ എന്ന് കാണാൻ സാധിക്കും. അതൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക, റീസ്റ്റോർ എന്ന് കൊടുക്കുക. ഇത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. അങ്ങനെ റീസ്റ്റോർ ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എവിടെ നിന്നാണോ നമ്മൾ ഡിലീറ്റ് ചെയ്തിരുന്നത് ആ ഒരു പൊസിഷനിൽ തന്നെ ആ ഒരു ഡേറ്റിൽ എത്രയാണോ ലൈക്ക് കിട്ടിയിരുന്നത് ആ ഡേറ്റും കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ റീസ്റ്റോർ ആയി കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നതാണ് അറിയാതെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഡിലീറ്റ് ആയി പോയുള്ള ഫയൽസ് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ സിമ്പിളായിട്ട് എടുക്കാനുള്ളതുള്ളൂ. 30 ഡേയ്സ് വരെയുള്ളത് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഈസി ആയിട്ട് എടുക്കാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.